കണ്ണൂരിന്റെ ഫ്രീ കിക്ക് ദുർബലമായ ഹെഡറാണ്. അസിയ ഗോമസ് എടുത്ത ഫ്രീ കിക്കാണ്. അതിൽ നിക്കോളാസ് ആണ് ഹെഡറിന് ട്രൈ ചെയ്യുന്നത്. കോർണർ ആണ് എന്നുള്ള ഒരു അവകാശവാദവും കൂടി അവിടെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവിടുന്ന് ഒരു ഹെഡർ ഗോള് കണ്ടെത്തുക അത്ര ബുദ്ധിമുട്ടാണ്. അത് ഒരു പെനാൽറ്റി സ്പോട്ട് കണക്കാക്കിയാണ് ആ ബോൾ വന്നിരുന്നെങ്കിൽ അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ഫ്രീ കിക്ക് എന്ന് പറയാമായിരുന്നു. ഫീൽഡ് പാസ് നൽകാനുള്ള ശ്രമമാണ് അവിടെ, പ്രശാന്തിലേക്ക് ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത് ആഷിഖ്. പക്ഷെ പൂർണ്ണമായും അത് ഫലവത്താകുന്നില്ല. ലോങ് ഗോൾ വലതുഭാഗത്ത് സിനാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. കണ്ണൂർ ത്രോയിൻ ആയിട്ടാണ് അവാർഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ബെഞ്ചിൽ ഇപ്പോഴും നിബാൽ സയ്യിദിനെ കാണാം, കരീം സാമിനെ കാണാം. കോർപ്പറേഷൻ സ്റ്റേഡിയം ഇപ്പോഴും പണ്ഡിമ ചീമാതെ കാത്തിരിക്കുകയാണ് ഫോർ ദ ഓപ്പണിംഗ് ഗോൾ ഇൻ ദിസ് ഫസ്റ്റ് സെമി ഫൈനൽ. ത്രോയിൻ നേരത്തെ നമ്മൾ പറഞ്ഞു, കണ്ണൂരിന്റെ ഈ റീസ്റ്റാർട്ട് ഒക്കെ കണ്ണൂരിനെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിൽ ഒരു പോരായ്മ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യ പകുതിയിൽ സൂചിപ്പിച്ചിരുന്നു. another instance. സാധാരണ കണ്ണൂരിന്റെ ലോങ് ത്രൂ ഒക്കെ മനോജ് ആണ് എടുക്കുന്നത് കാണാറ്. ഇത് സച്ചിന്റെ ഒരു ത്രോ ആണ്. ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതുപോലെ ലോങ് ത്രോന് ഒരു ഫ്ലിക്ക് ചെയ്യാൻ ഒരാൾ മുന്നിൽ നിൽക്കേണ്ടതാണ്. അതുകൂടി നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ആ പ്ലാനിങ്ങിന്റെ ഒരു അഭാവം ഉടനീളം ഒന്നാം പകുതിയിൽ ഉണ്ടായിരുന്നു. രണ്ടാം പകുതിയിൽ അത് തുടരുന്നു എന്ന് തന്നെ പറയണം. കണ്ണൂർ വാരിയേഴ്സിന്റെ സെറ്റ് പീസസ്. യെസ്, മാത്രമല്ല കണ്ണൂര് 3 വിദേശ താരങ്ങളെ വെച്ച് മാത്രമാണ് ഇപ്പോൾ കളിക്കുന്നത്. അവരുടെ പത്തില് അഡിയാൻ സദിനാറോ ഉണ്ട്, അതോടൊപ്പം അബ്ദുൽ കരീം ഉണ്ട്, അതോടൊപ്പം തന്നെ നിദാൽ ഉണ്ട്. ഇത് 3 പേരും പുറത്തിരിക്കുമ്പോഴാണ് എന്ന് അതിനെ വിളിക്കാമോ എന്നൊരു സംശയമുണ്ട്. അതിന് ഒരു ചെറിയ കൃത്യമായ ഒരു കോണ്ടാക്ട് മാത്രമേ ആവശ്യമുള്ളൂ. ആ ടൈമിങ്, ആ പൊസിഷനിങ് അല്പം മികച്ചതായിരുന്നെങ്കിൽ അത് ഗോളായി മാറുമായിരുന്നു. പ്രശാന്ത് ഒന്നും ചെയ്യേണ്ടായിരുന്നു, കൃത്യമായ ഒരു കോണ്ടാക്ട് മതിയായിരുന്നു. കൃത്യമായ കോണ്ടാക്ട്, ടൈമിംഗ് ആണ് അവിടെ പ്രധാനം. അത്രയും പവർഫുൾ ആയ ക്രോസ് വരുന്ന സമയത്ത് പ്രോപ്പർ ടൈമിംഗ്, പ്രോപ്പർ കോണ്ടാക്ട്. യെസ്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആഷിഖിന്റെ വരവ് ഒരു ചില്ലറ വരവല്ല, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇടതുവശത്ത്. തീർച്ചയായിട്ടും ഓൾറെഡി സ്കോർഡ് അഗെയിൻസ്റ്റ് കണ്ണൂർ ആഷിഖ് മുഹമ്മദ്. കണ്ണൂരിൽ ഒരു ഗോള് കണ്ണൂരിനെതിരെ കാലിക്കറ്റിന് വേണ്ടി അടിച്ച പ്ലെയറാണ് ആഷിഖ്. രണ്ടാം പകുതിയിൽ പകരക്കാരനായി വന്ന പ്ലെയർ ഫോർ അഷ്റഫ്. അതിനുശേഷം ഏതായാലും ബുവാസോയും ആഷിഖും വന്നതിന് ശേഷം കാലിക്കറ്റിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ രണ്ടാം പകുതിയിൽ കാലിക്കറ്റ് മാത്രമാണ് കളിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഈ ആദ്യത്തെ രണ്ടാം പകുതിയിൽ 11 മിനിറ്റ്. യെസ്, നമ്മൾ ഒന്നാം പകുതിയിൽ പറഞ്ഞ ആ താളം, ഷൈജോന്റെ വാക്കിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കില് റിതം, യെസ്, അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കാലിക്കറ്റിന് ബുവാസോയുടെ വരവോടുകൂടി. അതില് സാധാരണ പ്രശാന്ത് മാത്രമാണ് ഒന്നാം പകുതിയിൽ ഇടതുവശത്തൂടെ മുന്നേറി നടത്തിയത്. ഇപ്പോ ആഷിഖ് പ്രശാന്തിലേക്ക്, പ്രശാന്ത് സെന്റർ ചെയ്യുന്നു, അച്ഛല് പോയി പൊസിഷൻ എടുത്തു. പക്ഷെ അവിടെ 2 ഡിഫൻഡേഴ്സ് കൃത്യമായ പന്ത് കവർ ചെയ്തിരുന്നു. നല്ല ഡിഫൻഡിങ്. യെസ്, നല്ല ഡിഫൻഡിങ് ആണ്. പക്ഷെ അവിടെ പ്രശാന്തിന്റെ ഗോൾ വരുമ്പോൾ ഒരു മിഡ്ഫീൽഡർ കൂടി അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു. 2 മുന്നേറ്റ നിരക്കാർ മാത്രമാണ് ഉണ്ടായത്. ആ കട്ട് ബാക്ക് പാസ് വരികയാണെങ്കിൽ അതിൽ മിഡ്ഫീൽഡറാണ് വരുന്നത്. അതവിടെ കണ്ടില്ല. മനോജ് പതിവിലും ശാന്തനാണ്. മനോജിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഓവർലാപ്പിംഗ് സ്ഥിരമായി കാണാനുള്ളതാണ്. റഫറിയുടെ തൊട്ട് മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ച് നിർത്തുന്ന മനോജ് ഫൗള്, ഒരു എന്താ പറയുക, ഒരു ടാക്ടിക്കൽ ഫൗൾ തന്നെ പറയാം. അതിന് മുന്നേ ബുവാസോ തന്റെ കൈയൊന്ന് ഉപയോഗിക്കുന്നത് കൃത്യമായി റഫറിയുടെ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ കൈ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കോണ്ടാക്ട് ഉണ്ടായില്ല, അതുകൊണ്ട് മാത്രം ബുവാസോ രക്ഷപ്പെട്ടു. ബ്രില്യന്റ് പാസ് ആണ് ഇൻസൈഡിലേക്ക് ഷിജിനിലേക്ക് പോയിരിക്കുന്നത്. ഷിജിൻ ആ പന്ത് ഫസ്റ്റ് ടച്ച് എടുക്കുന്നതിന് മുന്നേ ചെറുതായിട്ടും തെന്നി. ക്രോസ് സ്ട്രെച്ച് ചെയ്ത് സിനാനാണ് ഓടി വരുന്നത് 6 സൈഡ് ബോക്സിന്റെ അകത്തേക്ക്. പക്ഷേ അജ്മൽ ഗോൾ കീപ്പർ മാറ്റങ്ങൾ നടത്തി കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു അസിസ്റ്റന്റ് കോച്ച് ബിബി തോമസുമായി വളരെ വിശദമായ ചർച്ചയിൽ ഏർപ്പെടുന്ന കോച്ച് എവർട്ട് ഡെൽമാഡ്. സോ കാലിക്കറ്റ് ഇസ് തിങ്കിങ് മോർ. യെസ്, തിങ്കിങ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി വരാനുള്ളത് ബ്രൂണോ ആണ്. ബ്രൂണോ വരണമെങ്കിൽ ഒരു ഫോറിൻ താരം, ഒരു വിദേശ താരം പുറത്തേക്ക് പോകണം. നിലവില് ഇപ്പോൾ ഈ ടീമിൽ നിന്ന് ഒരാൾക്കും പുറത്തു പോകാനുള്ള ഒരു സാഹചര്യത്തിലല്ല. കാരണം ബാലൻസ് ടീമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ നമ്മളെ ചർച്ച, അവർ തമ്മിലുള്ള ചർച്ച
തൊട്ട് വെളിയിൽ നിൽക്കുന്ന ഷിജിൻ ആ പന്ത് കൈമാറുന്നു. പക്ഷേ ഷിജിന്റെ മുന്നിൽ ഡിഫൻസ് വളരെ ഓർഗനൈസ്ഡ് ആണ്, അവിടെ സ്പേസ് ഇല്ല. സ്പേസ് ഇല്ല, ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷെ അവിടെയാണ് ബ്ലോക്ക് ചെയ്യുമ്പോഴും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 3 യെല്ലോ കാർഡ്, ആ 3 യെല്ലോ കാർഡുകാര് അവിടെ ഉണ്ട്. ഇതാണ് നേരത്തെ ചേച്ചിയോടൻ സൂചിപ്പിച്ച ബ്ലോക്ക്. ആ ബ്ലോക്ക് ഒക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതിനിടയിൽ ഇവിടെ പെരേരയുടെ ഹെഡർ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടുള്ള ഹെഡർ അങ്ങനെയും പന്ത് രക്ഷപ്പെടുത്താമെന്നുള്ള കാഴ്ചയാണ്. ഭാഗത്തേക്കാണ് പന്ത്. കിം ലൂയിസ് ഫോളോ ചെയ്യുന്നു. വളരെ ഈസി ആയിട്ട് അതിനെ വളരെ തന്ത്രപരമായി ത്രോയിൻ നേടിയെടുക്കുകയാണ് കാലിക്കറ്റ് അവിടെ. നമുക്ക്